ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ തുടർച്ചയായിട്ട് ഒട്ടനേകം എമ്പുരാനെ കുറിച്ചുള്ള വാർത്തകളാണല്ലോ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയുടെ ഫാൻ ഷോ കൗണ്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. സിനിമയുടെ ആദ്യ ഷോ സമയ റിപ്പോർട്ട് ഇന്ന് രാവിലെയോടെയായിരുന്നല്ലോ പുറത്തു വന്നത്. ഇന്നലെ രാത്രി വരെ അപ്ഡേറ്റ് ആക്കപ്പെട്ട സിനിമയുടെ ഫാൻ ഷോ കൗണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലോകമെമ്പാടുമായിട്ട് എമ്പുരാന് ഇന്നലെ രാത്രി വരെ ചാർട്ട് ചെയ്തിരിക്കുന്നത് 266 പരം ഫാൻ ഷോസ് ആണ് എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു സമയത്ത് സിനിമയ്ക്ക് അതിരാവിലെ ഷോസ് ഉണ്ടാകുമോ എന്നൊരു സംശയം ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു സമയത്ത് അതിവേഗത്തിൽ കുതിച്ച സിനിമയുടെ ഫാൻ ഷോ നമ്പേഴ്സ് പിന്നെ ഒന്ന് സ്റ്റക്ക് ആയത്. ഇന്നിപ്പോഴത്തെ സിനിമയുടെ ആദ്യ ഷോ എത്ര മണിക്ക് ആരംഭിക്കുമെന്ന് കൂടി ഉറപ്പാക്കപ്പെട്ടതോടെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കൂടുതൽ ഷോകൾ ആരംഭിക്കാനായിട്ട് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം ടിക്കറ്റ് വിൽപ്പന എല്ലാം തന്നെ ആരംഭിച്ചത് സോൾഡ് ഔട്ട് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ ആരാധകർ. നിലവിൽ 266 എന്നൊരു നമ്പേഴ്സ് ഒരു 400-500 റേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് ലാലേട്ടൻ ആരാധകർക്ക് കഴിയുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും അടുത്ത ദിവസങ്ങളിലെ ഫാൻ ഷോ കൗണ്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേട്ട്. ഇനി സിനിമയുടെ കേരള ബുക്കിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നാളെ അതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. മാർച്ച് 20 സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ ആശീർവാദിന്റെ ദുബായ് പേജ് അറിയിച്ചിരിക്കുന്നത് GCCയിൽ സിനിമയുടെ ബുക്കിംഗ് 20-ാം തീയതി ആരംഭിക്കുമെന്നാണ്. എമ്പുരാന് ശേഷം മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമ അത് മമ്മൂട്ടി നായകനെ എത്തുന്ന ബസൂക്ക എന്ന സിനിമയാണ്. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദിവസമായ മാർച്ച് 27 ഒരു ദിവസം മുന്നേ മാർച്ച് 26-ാം തീയതി ബസൂക്കയുടെ ട്രെയിലർ ഓൺലൈനായിട്ട് റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ശേഷം മാർച്ച് 27-ാം തീയതി മുതൽ എമ്പുരാനോടൊപ്പം തിയേറ്ററുകളിൽ ബസൂക്കയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കുമെന്നാണ് മറ്റൊരു അപ്ഡേറ്റ്. ബസൂക്ക ഏപ്രിൽ 10-ാം തീയതി ആണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മമ്മൂട്ടിയുടെ വിഷു റിലീസായിട്ട് ഫെസ്റ്റിവൽ റിലീസായിട്ട് നേരത്തെ തന്നെ തിയേറ്റർ റിലീസ് ലോക്ക് ചെയ്ത സിനിമയാണ് ബസൂക്ക. ചിത്രം ഒരു പ്രൊമോഷൻ ആവശ്യമുള്ള മമ്മൂട്ടിയുടെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ മമ്മൂക്കിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ബസൂക്കയുടെ റിലീസ് മാറ്റുമോ എന്ന് പോലും നിലവിൽ ആരാധക മനസ്സിൽ ചോദ്യചിഹ്നമെല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ മമ്മൂക്കിക്ക് ബസൂക്കയുടെ പ്രൊമോഷന് പങ്കെടുക്കാനായിട്ട് കഴിയുമോ എന്നൊരു ചോദ്യമെല്ലാം തന്നെ ഉണ്ട്. ഇതിൽ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭ്യമല്ല. എന്നാൽ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ബസൂക്കയുടെ റിലീസിൽ നിലവിലെ മാറ്റമില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഏപ്രിൽ 10-ാം തീയതി ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തും.